അതിർത്തി സുരക്ഷ ശക്തമാക്കിയ സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്ന മലയാളി വിദ്യാർത്ഥികൾ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായ 9 പേരാണ് എത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ നിന്നും ഡൽഹി വഴി വിമാനമാർഗമായിരുന്നു വിദ്യാർത്ഥികൾ എത്തിയത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഒരല്പം ആശങ്കയുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ സുരക്ഷിതമായി നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അല്ലേ? രോഹിണി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 9-ാം തീയതി പരീക്ഷ, ഇവർക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 9-ാം തീയതി പരീക്ഷ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ അവിടെ ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഡൽഹിയിലെത്തുകയും അവിടെ കേരള ഹൗസിൽ നിന്നും ഇന്ന് രാവിലെ വിമാനത്താവളത്തിലെത്തി 11 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി. അവർ പുറത്തേക്ക് വന്നിട്ടില്ല. വിമാനത്താവളത്തിന് ഉള്ളിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പഞ്ചാബിലെ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന 9 വിദ്യാർത്ഥികളും അതിനു പുറമെ ഹരിയാനയിൽ ടെക്നോളജി പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിനിയാണ്. അങ്ങനെ 10 പേര് ഈ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തി എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇവർക്കൊക്കെ തന്നെ പരീക്ഷ മാറ്റിവെക്കുകയും കോളേജ് അടയ്ക്കുകയൊക്കെ ചെയ്തൊരു പശ്ചാത്തലത്തിൽ ഇനിയും ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയിപ്പുകൾ വരുന്നതിനനുസരിച്ച് മടങ്ങിപ്പോകാം എന്നതാണ് ഇപ്പോൾ കരുതുന്നത്. എന്തുതന്നെയായാലും അവർ സുരക്ഷിതമായി എത്തി. വലിയ രീതിയിലുള്ള ആശങ്കകൾ ബന്ധുക്കൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ആശ്വാസകരമാണ്. എല്ലാവരും സുരക്ഷിതരായി എത്തി എന്നതാണ് അറിയുന്നത്. ഇവർക്കൊക്കെ ആദ്യം ട്രെയിൻ ടിക്കറ്റ് നോക്കിയെങ്കിലും കിട്ടാൻ പ്രയാസമായതോടുകൂടിയാണ് വിമാനത്തിൽ വന്നതെന്നതാണ് രക്ഷിതാക്കൾ പറയുന്നത്. സാധാരണഗതിയിൽ 8000 രൂപയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിന് ഇപ്പോൾ വിമാനത്തിൽ അധിക നിരക്ക എന്ന ഒരു പരാതിയും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെയും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും സുരക്ഷിതരായി നാട്ടിലേക്ക് മടങ്ങി എത്തുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. രോഹിണി, സുധീഷ്, ഒരുപക്ഷെ വിദ്യാർത്ഥികൾ പുറത്തു വരുന്ന ക്രമം അനുസരിച്ച് അവർ പ്രതികരിക്കാൻ തയ്യാറായേക്കും. അവരുടെ ആശങ്കകളും അവിടെ ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ തയ്യാറാകും. ഇപ്പോൾ അവരെ സ്വീകരിക്കാൻ രക്ഷിതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അവരുടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അവരും വലിയ ആശങ്കയിലായിരുന്നിരിക്കുമല്ലോ കുട്ടികൾ ഇങ്ങനെ എത്തിച്ചേരുന്നതുവരെ. അവരുടെ പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ? രോഹിണി, അവർ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് വലിയ ആശങ്ക തന്നെയായിരുന്നു. ഇപ്പോൾ എന്താണ് നടക്കുന്നത് നേരിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഭയപ്പെടേണ്ട അവസ്ഥയില്ല എന്ന് കുട്ടികൾ പറഞ്ഞു എങ്കിൽ പോലും നാട്ടിലുള്ള രക്ഷിതാക്കൾക്ക് വലിയ ആശങ്ക തന്നെയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് പോയത്. ഇത്തരം ഒരു നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. ആ ഒരു തീരുമാനപ്രകാരം തന്നെയാണ് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷിതമായി മടങ്ങിയെത്താൻ കഴിഞ്ഞതിലുള്ള ആശ്വാസം തന്നെയാണ് രക്ഷിതാക്കളും പങ്കുവച്ചത്. ഇപ്പോൾ അത്തരത്തിലുള്ള രക്ഷിതാക്കളുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. എന്തു തന്നെയായാലും ഇപ്പോൾ മക്കൾ മടങ്ങിയെത്തുകയാണ്, സുരക്ഷിതരായി മടങ്ങി. എത്രത്തോളം ആശങ്ക ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം? എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബൊന്നും കിട്ടണില്ല തിരിച്ചു പോരാനായിട്ട്, സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ താമസിച്ചിരുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടായിരുന്നു? ഇല്ല, അവിടെ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇവർ കുറച്ച് ദൂരെയാണെന്നാണ് പറഞ്ഞത്. അത് കാരണം പിന്നെ ഈ ബ്ലാക്ക് ഔട്ടൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഒരു ടെൻഷൻ. എന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്യണം, മൊബൈൽ വിളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുമ്പോഴേക്കുള്ള ഒരു ടെൻഷൻ. അതോടൊപ്പം പരീക്ഷയെ മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം. അതെ, അതേപോലെ ഓൺലൈൻ ആവോ, ഇനിയിപ്പം തിരിച്ച് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു തീർന്നതാണ്. ഫൈനൽ ഇയർ ആണ്. അപ്പം 30-ാം തീയതി കഴിഞ്ഞിട്ട് പോരുവാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ആയിരുന്നു. അപ്പോഴാണ് ഇത് വന്നത്. പിന്നെ എന്താവും എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ഇവർ എത്ര കുട്ടികളാണ് വരുന്നത് ഈ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ? ഇതിപ്പോൾ ഇവരുടെ കൂടെ ഉള്ളത് 9 പേരാണ്. തന്നെയാണ് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനം എടുത്തത്. അതോടൊപ്പം തന്നെ പരീക്ഷയും മാറ്റിവെക്കുന്ന ഇനിയുള്ള പരീക്ഷകൾ ഓൺലൈനിലായിരിക്കുമെന്ന തരത്തിലും അറിയിപ്പുകൾ വന്നു. ഇപ്പോൾ എന്നാൽ വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയതോടെ ഇനിയും പഴയ രീതിയിലേക്ക് എത്തുമോ എന്നതിനെ സംബന്ധിച്ചും ഇവർക്ക് കൃത്യമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്തുതന്നെയായാലും ഇപ്പോൾ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുന്നതാണ് ഉചിതം എന്ന ഒരു നിഗമനത്തിലേക്ക് രക്ഷിതാക്കൾ എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിമാനമാർഗം ഡൽഹിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് അവർ എത്തിച്ചേരുന്നത്.
ഇത് എറണാകുളത്ത് തന്നെയുള്ള കുട്ടിയുടെ സ്നേഹ എന്ന കുട്ടിയുടെ രക്ഷിതാക്കളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇതിനു പുറമെ പന്തളത്തു നിന്ന് അടക്കമുള്ള എറണാകുളം ജില്ലയിൽ തന്നെയുള്ളവരും മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും ഒക്കെ തന്നെ ഈ വിമാനത്തിൽ തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത്. രോഹിണി. സുധീഷ, നിലവിലിപ്പോൾ 9 വിദ്യാർത്ഥികളാണ്, ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിലെ 9 വിദ്യാർത്ഥികളാണ് എത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 9 പേരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അവരുമായി നമുക്ക് പ്രതികരണം തേടാൻ സാധിക്കും അടുത്ത മണിക്കൂറുകളിലെന്നാണോ കരുതേണ്ടത്? തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ സുധീഷിന് ഈ വിദ്യാർത്ഥികളെ? രോഹിണി, വിദ്യാർത്ഥികളെ തിരിച്ചറിയണമെങ്കിൽ സ്വാഭാവികമായും ഇവരുടെ രക്ഷിതാക്കളുടെ ഒരു പ്രതികരണത്തിലൂടെ മാത്രമേ, ഇല്ലേ അവരെ കാണുമ്പോഴുള്ള ആ ഒരു പ്രതികരണത്തിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. 9 വിദ്യാർത്ഥികൾ പഞ്ചാബിൽ നിന്നും 1 വിദ്യാർത്ഥി ഹരിയാനയിൽ നിന്നും എത്തുന്നു എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർ ഈ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം അവർ എല്ലാവരോടും എത്തിയിട്ട് ഒരുമിച്ച് പ്രതികരിക്കും എന്ന തരത്തിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും സുരക്ഷിതരായി തന്നെയാണ് മടങ്ങിയെത്തിയതെന്നാണ് അറിയുന്നത്. ഇപ്പോൾ പഞ്ചാബിൽ നിന്നോ മറ്റോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? ഭയാനകമായ സാഹചര്യം? അത്ര ഭയാനകമായിട്ടുള്ള സാഹചര്യം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മളിത്തിരി പാനിക്കായിരുന്നു കാര്യങ്ങളൊക്കെ. ഇന്നലല്ലേ, ഞങ്ങൾ മിനിഞ്ഞാന്നാണ് ഡൽഹിയിലെത്തിയത്. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിനാണ്. ട്രെയിൻ ഓൾറെഡി നമുക്ക് കുറച്ച് പാർട്ടി റിലേറ്റഡ് ആയിട്ട് ഇന്നലെയും അതേപോലെ ഇന്ന് രാവിലെ ആയിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ അയച്ചിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ നേരിട്ട് പോവുകയാണ്. എൻ്റെ മലപ്പുറം. പരീക്ഷ ആയിരുന്നില്ല, ഞങ്ങൾക്ക് ഡെസർട്ടേഷനും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അല്ല, എനിക്ക് ഇത്തിരി അർജന്റിന് പോയിക്കോട്ടെ. അതായത് അത്ര പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ബ്ലാക്ക് ഔട്ട് കാര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു രാത്രി, പിന്നെ ഇതേപോലെ വാണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ. ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ബട്ട് മെയിനായിട്ട് അത് ആർമി തന്നെ നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെ മെയിനായിട്ട് മിസൈലോ എന്തെങ്കിലും ആയിട്ടുള്ളതായിരുന്നു, പക്ഷെ ഞങ്ങൾ നേരിട്ടൊന്നും അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ മെയിനായിട്ട് ബസ്സിലായിട്ട് അങ്ങനെ ഒരുമിച്ച് പോന്നു. പിന്നെ നമുക്ക് ഓരോ പാർട്ടികളുടെ സഹായം ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ഞങ്ങളൊരു പല പാർട്ടികളുടെ സഹായത്തോടെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങളിനെ നേരിട്ട് കുറച്ച് ആൾക്കാർ അല്ലാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നവർ ഒരു 5-6 ആൾക്കാർ എന്തായാലും. അല്ല, ഞങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. 5-6 ആൾക്കാർ കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നായിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ. അത് ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആണ്, ഞങ്ങൾക്ക് ഡിസർട്ടേഷനും കാര്യങ്ങളാണ്, അതൊക്കെ കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. എന്നായിക്കോട്ടെ. ജാസ്മിൻ, ഞാൻ മലപ്പുറം. അപ്പോൾ ഇപ്പോൾ ഇവരുടെ എല്ലാം തന്നെ വളരെ സുരക്ഷിതമായി തന്നെയാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് വലിയ ഭയാനകമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെയും കൂടി പ്രതികരണം തേടാം. നിങ്ങൾ എന്താണ് അവിടെ ഫേസ് ചെയ്തത്? പ്രശ്നങ്ങളുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് എഫക്ട് ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ സുരക്ഷ സേഫ്റ്റി നോക്കി നമ്മൾ ലോക്ക് ആവുമ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. പെട്ടെന്ന് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി ഒക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്തായിരുന്നു. നമ്മള് അല്ല, ഞങ്ങള് സുർജിത് ഭവനിലായിരുന്നു. പിന്നെ കേരള ഹൗസിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ സുർജിത് ഭവനിലായിരുന്നു 2 ദിവസമായിട്ട്. അവിടുന്ന് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഫ്ലൈറ്റ് എടുത്ത് വന്നത്. പേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, കുറച്ച് ഡ്രോൺസ് ഒക്കെ കണ്ടിരുന്നു. നൈറ്റ് കണ്ടു, ബ്ലാക്ക് ഔട്ട് ആയിരുന്നു അന്ന്. അപ്പോൾ 2-3 ഡ്രോൺസ് മേലെ കൂടി പോകുന്നതും മേലെ തന്നെ വെടിയിട്ട് വീഴുന്നതും കണ്ടിരുന്നു. ജസ്റ്റ് എന്താ എല്ലാവരും ഒന്ന് പാനിക്കായി. പക്ഷെ ഞങ്ങൾ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങനെ ഇപ്പോൾ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിൽ ഇപ്പോൾ ഞങ്ങൾ 5-6 പേരേ ഉള്ളൂ. കുറച്ച് പേര് ഗോവയ്ക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അവർ ഇനി ട്രെയിനിൽ വരുമായിരിക്കും. പിന്നെ സ്പെഷ്യൽ ട്രെയിനിൽ കുറച്ചധികം പിള്ളേർ വരുന്നുണ്ട്.
ഒരു 150ഓളം പേര് ഇനിയും വരാനുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ 150ഓളം പേര് വരുന്നുണ്ട്. പിന്നെ കാശ്മീരിൽ നിന്നും ഉണ്ട്, അവിടെ കൂട്ടത്തിലുണ്ട്. അവർ നമ്മുടെ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് അത്രയും പേര് ഇന്ന് ഇല്ല, നാളേക്ക് ആയിട്ട് എത്തുമായിരിക്കും. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് എല്ലാവരും കുറേ പേര് ട്രെയിൻ പിടിച്ചിട്ട് തന്നെ വന്നത്, പഞ്ചാബിൽ നിന്ന് ഡൽഹി വരെയും. പിന്നെ അതിന് വരാനുള്ള ബുദ്ധിമുട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ ട്രെയിൻ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചു വിചാരിച്ചു, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ. പിന്നെ സേഫ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഡൽഹിയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കിട്ടിയതാണ്. പിന്നെ എല്ലാം പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സ്, ഞങ്ങൾ ഡെസർട്ടേഷൻ ചെയ്യുന്നവരായിരുന്നു. അത് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളിപ്പോൾ ഈ അടുത്ത് പോകേണ്ടി വരില്ല. പിന്നെ എക്സാംസ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. ഞാൻ തൃശ്ശൂർ. ഇവിടെ തന്നെയാണ്. ആൻസർ ഞാൻ സനൽ. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥികളുണ്ട്, അതോടൊപ്പം തന്നെ PG ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി വിദ്യാർത്ഥികളാണ് മടങ്ങിയെത്തിയിട്ടുള്ളത്. ഇനിയും നിരവധി വിദ്യാർത്ഥികൾ മടങ്ങിയെത്താനുണ്ട് എന്നതാണ് ഈ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. രോഹിണി. ശരി സുധീഷ്, എന്തായാലും ആശങ്ക അകന്നിരിക്കുന്നു. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയ സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് മലയാളി വിദ്യാർത്ഥികൾ. അവർ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായ 9 പേരാണ് എത്തിയത്. പഞ്ചാബിൽ നിന്നും ഡൽഹി വഴി വിമാനമാർഗമാണ് വിദ്യാർത്ഥികൾ എത്തിയത്. സുധീഷ് ഗോപാലാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം ഡൽഹിയിലും മറ്റും കുടുങ്ങിയിരിക്കുന്ന മലയാളികൾക്ക് വേണ്ടി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് അനുവദിച്ചു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. നിസാമുദ്ദീനിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് പ്രത്യേക ട്രെയിൻ. 24 കോച്ചുകളുള്ള ട്രെയിൻ ഇന്ന് ഉച്ചയ്ക്ക് എത്തും എന്നും അറിയാൻ കഴിയുന്നുണ്ട്.